Hello everyone, welcome back to Xylem. This is Mohammed Shaju, your English teacher. +1 എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരു സീരീസ് തുടങ്ങുകയാണ്. ഈ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കോഴ്സ് ആവട്ടെ, ഗ്രാമർ ആയിക്കോട്ടെ, ഇതെല്ലാം ഇനി നിങ്ങളുടെ അടുത്തേക്ക് വളരെ ഈസി ആയിട്ട് എത്തിക്കാൻ പോവാണ്. അതിൽ ആദ്യത്തെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാരക്ടർ സ്കെച്ചാണ്. ഓക്കെ, +1 എല്ലാ ക്യാരക്ടർ സ്കെച്ചും അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടർ സ്കെച്ചസും നമ്മൾ വളരെ ഈസി ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് തരാൻ പോവാണ്. സോ അത് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്ത് വെക്കണം. ഇത് നിങ്ങളുടെ എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് ഓടി വരുന്നത്? യെസ്, നല്ലവനായ ഉണ്ണി അല്ലേ? ഏറ്റവും ഒരാളുടെ സ്വഭാവമാണ് ശരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഈ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഫോമാറ്റ്? അങ്ങനെ ഫോമാറ്റ് വല്ലതും ഉണ്ടോ? ഉണ്ട്. അതെന്താണെന്ന് നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഹെഡിങ് അത്യാവശ്യമാണ്. ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു ഹെഡിങ് അയാളുടെ പേരെന്നെ കൊടുത്തോ, പ്രശ്നമല്ല. കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക് ആയിട്ട് എഴുതാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അത് കുറച്ച് ഭംഗിയായിട്ട് നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങളുടെ പേരെന്നെ ആവണമെന്നൊന്നുമില്ല. രണ്ടാമത്, നെയിം ഓഫ് ദ ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ പേര്, ചാപ്റ്റർ, ഓതറിൻ്റെ പേര് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്യുക. അടുത്തത് മൂന്നാമത്തത്, റോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ക്യാരക്ടർ. ഈ ക്യാരക്ടറിൻ്റെ എന്താ പറയുക, റോള്, ഈ കഥയിലുള്ള റോൾ എന്താണ്, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ക്യാരക്ടർ, ഇമ്പോർട്ടൻസ് ഓഫ് ദ ക്യാരക്ടർ, ക്യാരക്ടറിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ സ്റ്റോറിയിൽ എന്ന് നമ്മൾ സെൻറ്റൻസുകളാക്കിയിട്ട് എഴുതുക. ദെൻ ഫിസിക്കൽ അപ്പിയറൻസ് മസ്റ്റാണ്. ഫിസിക്കൽ അപ്പിയറൻസ് എല്ലാ കഥയിലും എല്ലാവരുടെയും ഒന്നും പറയുന്നുണ്ടാവില്ല. പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, അവിടെ എഴുതി വെക്കണം. നെക്സ്റ്റ്, ക്യാരക്ടർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടേഴ്സ്. മറ്റ് കഥാപാത്രങ്ങളും ഈ കഥാപാത്രമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ എഴുതണം. യുവർ പേഴ്സണൽ ഇംപ്രഷൻ, അത് നമുക്ക് ഈസിയാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഒപ്പീനിയൻ അബൌട്ട് ദ ക്യാരക്ടർ നമുക്ക് എഴുതണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് ദ ഓതർ എത്ര മനോഹരമായിട്ടാണ് ഇതിനെ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഏത് ക്യാരക്ടർ സ്കെച്ച് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെല്ലാം ക്യാരക്ടേഴ്സാണ് അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. മദർ സീകളിൽ ചോദിക്കാം, അതുപോലെ തന്നെ യങ് സീകൾ ചോദിക്കാം, ദ വില്ലേജ് ബോയ് ചോദിക്കാറുണ്ട്. ദെൻ മാഗി, വില്ലേജ് ബോയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കലാം ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വില്ലേജ് ബോയ് ആണ് കേട്ടോ. ദെൻ മാഗി, നമുക്കറിയാലോ, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്യാരക്ടറാണ്, സെൻട്രൽ ക്യാരക്ടറാണ് മാഗ്രിറ്റ് ക്ലിഫോർഡ് എന്ന് പറയുന്ന മാഗി എന്ന് പറയുന്ന ക്യാരക്ടർ. ദെൻ മിസ്റ്റർ ഗുപ്ത അല്ലെ, അതേ കഥയിലുള്ള മറ്റൊരാളാണ് മിസ്റ്റർ ഗുപ്ത. ഹസൻ എന്ന് പറഞ്ഞ സെറാങ് ഓഫ് റാണാഗഞ്ചിയിലെ ക്യാരക്ടർ. അതുപോലെ തന്നെ AJ ക്രോണിൻ, സെയിം കഥയിലെ ഡോക്ടറാണ് AJ ക്രോണിൻ. ഇത്രയും ക്യാരക്ടേഴ്സാണ് റെഗുലർ ആയിട്ട് ചോദിച്ചു വരാറുള്ളത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ക്യാരക്ടേഴ്സ് സ്ഥിരമായി ചോദിക്കുന്ന 2 ക്യാരക്ടേഴ്സ്, അത് ഒന്ന് മാഗ്രറ്റ് ക്ലിഫോർഡ് മാഗിയാണ്, രണ്ടാമത്തത് ഹസൻ ആണ്. പിന്നെ ഒന്നും കൂടെ ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഗുപ്ത കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുപ്തയും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മളൊരു റിസ്ക് എടുക്കാൻ തയ്യാറാവണ്ട. ചിലപ്പോൾ പരീക്ഷ ഈസി ആക്കാൻ വേണ്ടിയിട്ട് അവർ എളുപ്പമുള്ള ഏതെങ്കിലും ചോദിച്ചാലോ അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരെയും ഇത്രയും ആൾക്കാരേ ഉള്ളൂ, നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ക്യാരക്ടേഴ്സിൽ ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ചില അവരുടെ ക്ലൂ ആയിട്ടുള്ള കാര്യങ്ങൾ റെഡ് ഇങ്കിൽ എഴുതിയിട്ടുണ്ട്. സോ അത് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളുടെ സെൻറ്റൻസ് ഉപയോഗിച്ചാൽ മതി. നിങ്ങളിത് ഓർത്ത് വെക്കുക. പോയിന്റ് ആയിട്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, തുടങ്ങല്ലേ നമുക്ക്. മദർ സീകളിലാണ് ഇന്ന് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 ക്യാരക്ടേഴ്സിനെയാണ്. ഫസ്റ്റ് വൺ ഇസ് മദർ സീകൾ. ഏതാണ് മദർ സീകൾ? എന്താണ് മദർ സീകളുടെ പ്രത്യേകത? ദ മദർ സീകൾ ഇസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി His First Flight by Liam O'Flaherty. പേര് ഓർത്ത് വെക്കണം. His First Flight, ലിയാം O'Flahertyയുടെ കഥയിലെ ഒരു കഥാപാത്രമാണ് എന്നാള്. റെഡി അല്ലേ? അടുത്തത്, ഷി അപ്പിയേഴ്സ് ടു ബി എ ടഫ് ബട്ട് മോട്ടിവേറ്റിംഗ് ക്യാരക്ടർ. മോട്ടിവേറ്റിംഗ് ക്യാരക്ടർ നമുക്ക് തോന്നും ഒരു ടഫ് ക്യാരക്ടർ ആണെന്ന്, പക്ഷെ ഷീസ് എ മോട്ടിവേറ്റിംഗ് ക്യാരക്ടർ. ദെൻ ആര്? അമ്മയുണ്ടോ? മദർ സീകളാണ്. ഇൻ റിയാലിറ്റി ഷീ ഈസ് ലവിങ് ആൻഡ് കെയറിങ്. She knows her children better than any other person. മറ്റാരെക്കാളും തൻ്റെ കുഞ്ഞുങ്ങളെ അവർക്കറിയാം അല്ലെ? She knows her children ആണതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. She realizes that her little ones needs a lot of motivation to achieve his or her goals. ഒരുപാട് മോട്ടിവേഷൻ അത്യാവശ്യമാണ് കുട്ടികൾക്ക് അവരുടെ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ വേണ്ടിയിട്ടെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു അമ്മയാണ് ഈ മദർ സീകൾ. She creates a challenging situation for the young seagull to make his first flight.
യങ് സീകളിന് അതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്താൻ വേണ്ടിയിട്ട് അമ്മ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരുക്കുന്നുണ്ട്. റെഡി അല്ലേ? അടുത്തത്, ഷീ അപ്പിയേഴ്സ് വിത്ത് എ പീസ് ഓഫ് ഫിഷ് ബട്ട് ഹാൾസ് ഇൻ ദ എയർ. അതെന്തായിരുന്നു സംഭവം? ഒരു ഫിഷുമായിട്ട് വന്നിട്ട് ആ എയറിൽ അങ്ങനെ ഹാൾട്ട് ചെയ്ത് നിൽക്കുക, സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക ചെയ്യുന്നത്. മാഡൻഡ് ബൈ ഹങ്കർ, ഇമ്പോർട്ടൻ്റ് ആണ്. മാഡൻഡ് ബൈ ഹങ്കർ, വിശപ്പ് സഹിക്ക വയ്യാതെ ദ യങ് സീകൾ ഡൈവ്സ് ഫോർ ദ ഫിഷ്. ഫിഷിന് വേണ്ടിയിട്ട് ഒരൊറ്റ ചാട്ടമാണ് അല്ലേ? The mother helps the young seagull to develop a self-confidence and become self-reliant. Very, very important. അമ്മ സഹായിക്കുന്നു കുട്ടിയെ എന്തിനു വേണ്ടിയിട്ട് മക്കളെ? സെൽഫ് കോൺഫിഡൻ്റ് ആവാനും അതുപോലെ തന്നെ സെൽഫ് റിലയൻ്റ് ആവാനും വേണ്ടിയിട്ട് അമ്മ സഹായിക്കുന്നു. പാരൻസ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ. പാരൻസ് ആണ് അവരുടെ കുട്ടികളുടെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ എടുത്തിട്ട് എഴുതുകയാണ്. ചിൽഡ്രൻ ലേൺ ദ ഫസ്റ്റ് ലെസൺസ് ലേൺ ദ ലെസൺസ് ഓഫ് ലൈഫ് മോസ്റ്റ്ലി ഫ്രം ഹോം. കുട്ടികൾ ആദ്യത്തെ പാഠം പഠിക്കുന്നത് എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും. നമ്മളൊക്കെ പഠിച്ചത് അവിടെ നിന്ന് തന്നെയാണ്. ദ മദർ സീഗൾ ഇസ് ഇൻ ദ സ്റ്റോറി ഈസ് എ റോൾ മോഡൽ ഫോർ ഓൾ ദ മദേഴ്സ്. എല്ലാ അമ്മമാർക്കും ഒരു റോൾ മോഡലാണ് നമ്മുടെ മദർ സീഗൾ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഓദറിൻ്റെ വളരെ പോർട്രയിൽ വളരെ മനോഹരമായെന്നൊക്കെ ആഡ് ചെയ്യാം. ദീസ് ആർ ദ എസെൻഷ്യൽ പോയിന്റ്സ് എന്നേ പറയുന്നുള്ളൂ. ഇതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കി തുടങ്ങാം, ഭംഗിയാക്കി അവസാനിപ്പിക്കാം, ഇടയിലൊക്കെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, ഇതൊരു ഔട്ട്ലൈൻ ആണ്. ഇത്ര എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും നിങ്ങൾക്ക്. പക്ഷെ കുറച്ചുകൂടെ മനോഹരമാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. പോയിന്റ് വൈസ് ആയിട്ട് ഒരിക്കലും എഴുതരുത്, അതും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. പരീക്ഷയുടെ മുമ്പേ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരൊറ്റ റൗണ്ട് കാണുക വേണം. റെഡിയല്ലേ? അടുത്ത ക്യാരക്ടർ ആരാണ്? ദ യങ് സീകളാണ്. യങ് സീകൾ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ അമ്മയുടെ മകൻ അല്ലേ, നമ്മുടെ ഹീറോ. The young seagull is a character in the story. His first flight by Liam O'Flaherty. Okay, simple. പേര് പറയുന്നു. He was left alone on the ledge. He was left alone on the ledge. ലെഡ്ജിൽ ഒറ്റയ്ക്കായിരുന്നു. He was afraid to fly. He was very afraid to fly. He lacked confidence. അവന്റെ മറ്റൊരു പ്രശ്നം എന്തായിരുന്നു? He lacked confidence. He thought his wings would never support him. He thought his wings would never support him. അവനെ ഒരിക്കലും അവന്റെ ചിറകുകൾ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചില്ല അവൻ. He was also afraid to the vast expanse of the sea. ആ കടലിന്റെ വലിയ ആഴം കണ്ടിട്ടും അവന് നല്ല പേടിയുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുള്ള പ്രശ്നങ്ങളുമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കമ്പയർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, ഹിസ് സിബ്ലിങ്സ് ഫ്ലൂ ടു ദ അതർ സൈഡ്. ഹിസ് സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ പറന്നു അപ്പുറത്തെ അറ്റത്തേക്ക്. ഹിസ് പാരൻസ് ട്രൈ ടു മോട്ടിവേറ്റ് ഹിം. His mother approached with a piece of fish and halted in the air. അമ്മ ഒരു ഫിഷുമായിട്ട് വന്നു, അവിടെ നിന്നു. Maddened by hunger, the young seagull dived for the fish. That helped him for his first flight. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. A journey of 1000 miles begin with a single step. നമ്മുടെ കയ്യിൽ നിന്ന് ആഡ് ചെയ്യുന്ന ഒരു പോയിന്റ്. A journey of 1000 miles begins with a single step. Okay, next, 1000 മൈലുകളുള്ള യാത്ര തുടങ്ങുന്നത് ഏതിലാണ്? ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ്. ആ സിംഗിൾ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി നമുക്ക് അങ്ങനെ വന്നോളും. റെഡി അല്ലേ? ഇനി നെക്സ്റ്റ് ക്യാരക്ടർ ആരാണ്? ദ വില്ലേജ് ബോയ് ആണ്. ആരാണ്? ദ വില്ലേജ് ബോയ് ആണ്. വില്ലേജ് ബോയ് ആരാണ്? ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിൽ APJ അബ്ദുൽ കലാമിനോട് ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു പയ്യനുണ്ട് അല്ലേ, ഇവനാണ് ദ വില്ലേജ് ബോയ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് ആരത് എവിടുന്ന് വന്നൊക്കെ നമ്മൾ ആലോചിക്കരുത്. ദ യങ് ബോയ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ ടു ഡോക്ടർ APJ അബ്ദുൽ കലാം. കുട്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത് APJ അബ്ദുൽ കലാമിനോട്. ഹി വാസ് നെർവസ്. അവന് ഭയങ്കര വെപ്രാളമായിരുന്നു. ആൻഡ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ യൂത്തിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിരുന്നു, റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു അവൻ. ഹി ഫൗണ്ട് ഫോൾട്ട് വിത്ത് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹി ഹാഡ്. അവന് കിട്ടിയ വിദ്യാഭ്യാസത്തെ അവന് തീരെ യോജിപ്പില്ലായിരുന്നു. അതിനൊരുപാട് കുറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവന് മനസ്സിലാക്കുകയാണ്. ഹി ഡിഡ് നോട്ട് ഗെയിൻ എനി കോൺഫിഡൻസ് ത്രൂ ഹിസ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിലൂടെ അവന് ഒരു കോൺഫിഡൻസും കിട്ടിയിട്ടില്ല. ഹി വാസ് എഫ്രൈഡ് ടു ടോക്ക് ടു ഹിസ് ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാൻ അവന് ഭയങ്കര പേടിയായിരുന്നു. ഹി വാണ്ടഡ് ടു ബി എ മെറൈൻ എഞ്ചിനീയർ. അവൻ ആരാവാനായിരുന്നു ആഗ്രഹം? ഒരു മെറൈൻ എഞ്ചിനീയർ ആവാനായിരുന്നു ആഗ്രഹം. ഹി വാണ്ടഡ് ടു നോ ഹൗ ഹി കുഡ് അച്ചീവ് ഹിസ് മിഷൻ. അവൻ അറിയണമായിരുന്നു എങ്ങനെ എനിക്ക് ഒരു മെറൈൻ എഞ്ചിനീയർ ആവാം എന്നത് അവന് അറിയണമായിരുന്നു. ഹി ബിക്കെയിം എ സെന്റർ ഓഫ് അട്രാക്ഷൻ എമംഗ് ദ ഓഡിയൻസ്. അങ്ങനെ അവൻ്റെ ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായി അതിൻ്റെ ഉത്തരം കേൾക്കാൻ. അങ്ങനെയാണ് അവൻ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നത്, ഓഡിയൻസിന്റെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നത്. അങ്ങനെയാണ് ചില ചോദ്യങ്ങൾ അങ്ങനെയാണല്ലോ അല്ലെ. ഡോക്ടർ കലാം മോട്ടിവേറ്റഡ് ദ യങ് ബോയ് ബൈ റിസൈറ്റിംഗ് എ പോയം
ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഒരു പോം റിസൈറ്റ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ കുട്ടീനെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സദസ്സിന് അതിനുള്ള മറുപടി കൊടുക്കുന്നത്. ഇത്രയും മതി. വളരെ ചെറിയ മാർക്കിനായിരിക്കും ചോദിക്കുക. ഈ കുട്ടിയുടെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ ഇടയുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് അടുത്ത ആളുടെയാണ്. ഓക്കെ, അത് മറ്റാരുമല്ല, ആരാണ്? ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, ഒരുപാട് തവണ ചോദിച്ചതും ഒക്കെ മാഗ്രറ്റ് ക്ലിഫോർഡ് എന്ന് പറയുന്ന മാഗിയുടെയാണ്. അപ്പോൾ അതത്ര ഈസിയിൽ എഴുതിയാൽ പോരാ. ക്യാരക്ടർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഹസൻ ആണെങ്കിലും മാഗി ആണെങ്കിലും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഹെഡിങ് എഴുതാൻ പറഞ്ഞല്ലോ. ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഏത് ചാപ്റ്റർ ആരാണ്, ഏത് കഥാപാത്രം, ഏത് കഥയിൽ നിന്നാണ് എടുക്കുന്നതൊക്കെ പറയാം. ശേഷം ക്യാരക്ടർ ഫിസിക്കൽ അപ്പിയറൻസ് പറയുന്നുണ്ടെങ്കിൽ അത് പറയാം. ശേഷം നമ്മൾ അവരുടെ ക്യാരക്ടർ ട്രെയ്റ്റ്സ് എന്ന് വെച്ചാൽ ക്വാളിറ്റീസ് ഒരു 3-4 എണ്ണം അങ്ങോട്ട് പറയാം. അതിനെ വെറുതെ പറഞ്ഞാൽ പോരാ. അവൾ വളരെ ലവബിൾ ആവുന്നു, അല്ലെങ്കിൽ സിൻസിയർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ. അതിന് ശരിവെക്കുന്ന കഥയിലെ സന്ദർഭങ്ങൾ എടുത്തു പറയാം. ഇത്രയും മതി, വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇത്രയും മതി, നിങ്ങൾ ചെയ്താൽ മതി. ഏത് ക്യാരക്ടറാണെങ്കിലും, പ്രത്യേകിച്ച് മാഗി ആണെങ്കിലും നമ്മുടെ ഗുപ്ത ആണെങ്കിലും അതുപോലെ തന്നെ ഹസൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾ അത് ആലോചിച്ച് ചെയ്താൽ മതി. ക്യാരക്ടേഴ്സിൻ്റെ ക്വാളിറ്റീസ് പറയാം, അതിനെ ശരിവെക്കുന്ന സന്ദർഭങ്ങൾ കഥയിൽ നിന്ന് എടുത്തു പറഞ്ഞാൽ സംഭവം സെറ്റായി, ഫുൾ മാർക്കാണ്, അതിലൊരു സംശയവും വേണ്ട. റെഡി അല്ലേ? ഇനി മാഗിയുടെ കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തണം നോക്കാം. മാഗി ഓർ ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് is the central character of the story Price of Flowers. Okay, she is 13 years old. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. Her eyes and clothing showed her poverty. അവളുടെ ഐസും അതുപോലെ ക്ലോത്ത്സും അവളെ ബിട്രേ ചെയ്തു എന്ന് പറഞ്ഞത് അല്ലേ, അവളുടെ പോവർട്ടീനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഹെർ ഫാമിലി ഇൻക്ലൂഡ്സ് എ വിഡോഡ് മദർ ആൻഡ് എ ബ്രദർ. ആരൊക്കെയാ ഫാമിലിയിൽ? അവൾ ആരാണെന്ന് ഇങ്ങനെ പറഞ്ഞു തരാം നമുക്ക്. Her brother was working as a soldier in Punjab. ഇന്ത്യയിലെ പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് അദ്ദേഹം ഒരു സോൾജർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ. മാഗി മെറ്റ് മിസ്റ്റർ ഗുപ്ത അറ്റ് എ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്ന ഇന്ത്യക്കാരനെ അവർ കണ്ടുപിട്ടി. ഷി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹിം ഫോർ അൺനോൺ റീസൺ. എന്താണെന്നറിയില്ല, അവൾക്കൊരു താല്പര്യം അയാളിൽ തോന്നി. കാരണം ഇന്ത്യക്കാരനായതുകൊണ്ടാണ്. ഷീ ഷെയർഡ് ഹെർ സോറോ വിത്ത് മിസ്റ്റർ ഗുപ്ത. ദുഃഖങ്ങൾ അയാളോട് പറഞ്ഞു. ഫോർ മാഗി, ഇന്ത്യ വാസ് എ ലാൻഡ് ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവർ. പനിയുടെയും പാമ്പുകളുടെയും ടൈഗേഴ്സിൻ്റെയും ഒരു നാടാണ് മാഗിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. ഷീ ബിലീവ്ഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് വർ വെജിറ്റേറിയൻസ്. അവളുടെ മറ്റൊരു വിശ്വാസമായിരുന്നു മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻസ് വർ വെജിറ്റേറിയൻസ്. എല്ലാവരും വെജിറ്റേറിയൻസ് ആണ്, യോഗികളാണെന്നൊക്കെയാണ് അവൾ വിചാരിച്ചിരുന്നത്. മാഗി വർക്ക്ഡ് ആസ് എ ടൈപ്പിസ്റ്റ്. അവളൊരു ടൈപ്പിസ്റ്റ് ആയിരുന്നു. ഷി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ് ബിക്കോസ് ഇറ്റ് വാസ് മെക്കാനിക്കൽ. അത് അവളുടെ ക്വാളിറ്റിയാണ്. അവൾക്ക് ആ ജോലി ഇഷ്ടമല്ലായിരുന്നു. എന്താ കാരണം? അതൊരു മെക്കാനിക്കൽ ജോലി ആയതുകൊണ്ടാണ്. എന്താ മെക്കാനിക്കൽ ജോലി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാതെ വെറുതെ എങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നതിനാണ് നമ്മൾ എന്താ പറയുക, മെക്കാനിക്കൽ ആയതുകൊണ്ട്. അത് ഈ മെക്കാനിക്കൽ എന്ന് വേർഡ് കിട്ടിയില്ലെങ്കിൽ ഇറ്റ് വാസ് നോട്ട് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാലും മതി. ക്രിയേറ്റീവ് അല്ലാത്തത് കൊണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടം ഏത് ജോലിയായിരുന്നു? ഒരു സെക്രട്ടറിയുടെ ഒക്കെ ജോലിയായിരുന്നു അവൾക്ക് ഇഷ്ടം എന്നാണ് പറയുന്നത്. ഓക്കെ, ഷീ പ്ലേഡ് വയലിൻ വെരി വെൽ. നന്നായിട്ട് വയലിൻ വായിക്കാൻ അറിയുന്ന കുട്ടിയായിരുന്നു അവള്. ഷി വാസ് എക്സ്ട്രീംലി കൺസേൺഡ് അബൌട്ട് ഹെർ മദർ ഹു വർക്ക്ഡ് ഹാർഡ് ബൈ സെല്ലിംഗ് കേക്ക്സ് ടു സപ്പോർട്ട് ഹെർ. അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, കേക്കുകളും മറ്റും വിറ്റ് ഹാർഡ് വർക്ക് ചെയ്യുന്ന അമ്മയെ വളരെയധികം ഇഷ്ടമായിരുന്നു അവൾക്ക്. അമ്മയുടെ കാര്യത്തിൽ അവൾക്ക് എക്സ്ട്രീം കൺസേൺ ഉണ്ടായിരുന്നു. അത് വെറുതെ പറഞ്ഞു പോകല്ല. അതിന് കൂടെ നിങ്ങൾക്ക് പറയാം, അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴാണ് ഗുപ്തയെ തിരിഞ്ഞിട്ട് അവൾ പോകുന്നത്, കത്തയക്കുന്നതൊക്കെ ചെയ്യുന്നത് അല്ലേ. ഇനി like her mother, she was also haunted by the thoughts of her brother Frank. Like her mother, she was also haunted. അവൾ അമ്മയെ പോലെ തന്നെ അവളും ബ്രദറിനെ കുറിച്ചുള്ള ചിന്തകൾ, ബ്രദറിനെ കുറിച്ച് വിവരങ്ങൾ കിട്ടാത്തതിലുള്ള ചിന്തകൾ അവളെയും ഹോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. There had been no news of Frank for a long time. ഫ്രാങ്ക് എന്ന് പറയുന്ന ബ്രദറിനെ കുറിച്ചിട്ട് ഒരു അറിവുമില്ല, ഒരു വാർത്തയുമില്ല കുറേ നാളുകളായിട്ട്. She gave away a shilling to Mr. Gupta for buying flowers to be kept on the grave of her brother. Later, അവളുടെ ബ്രദർ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഷെല്ലിങ് എടുത്തിട്ട് അയാൾക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? അവളുടെ ബ്രദറിന്റെ ഗ്രേവിൽ എന്ത് വെക്കാൻ വേണ്ടിയിട്ട്? ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് അവളുടെ ഒരു ഹ്യൂമാനിറ്റേറിയനെ നമുക്ക് കാണാൻ പറ്റും, ഫാമിലി മാനിനെ നമുക്ക് കാണാൻ പറ്റും. വളരെയധികം ഒരു എന്താ പറയുക, അവളുടെ ബ്രദറിനോടുള്ള, സിബ്ലിങ്ങിനോടുള്ള ആ ഒരു സ്നേഹബന്ധം നമുക്ക് കാണാൻ പറ്റും. ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവൾക്ക് ആ ഷെല്ലിങ് കിട്ടിയത്. ആ ഷെല്ലിങ് അവൾ കൊടുക്കാൻ തയ്യാറായി. ഷീ ഈസ് എ സിമ്പിൾ ഓഫ് ലവ്, ഇന്നസെൻസ് ആൻഡ് ഡെഡിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷീ ഈസ് എ സിമ്പിൾ ഓഫ് ലവ്. അവളൊരു സിമ്പിളാണ്. എന്തിൻ്റെയൊക്കെ?
എന്തിൻ്റെയൊക്കെ ചിഹ്നങ്ങളാണ് അവൾ? സ്നേഹത്തിൻ്റെ, അതുപോലെ ഇന്നസെൻസിൻ്റെ, അതുപോലെ 13 വയസ്സായിട്ടുള്ളൂ അല്ലേ, ഇന്നസെൻസിൻ്റെ, നിഷ്കളങ്കതയുടെ, അതുപോലെ തന്നെ ഡെഡിക്കേഷൻ്റെ എന്നിങ്ങനെ പറഞ്ഞു തരുന്നത് മനസ്സിലേക്ക് അങ്ങോട്ട് കയറാനാട്ടോ. പെട്ടെന്ന് അതിങ്ങനെ പരീക്ഷയ്ക്ക് നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ വരണം പോയിന്റുകളായിട്ട്. മാഗി ഈസ് എ ടച്ചിങ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തൊരു എന്താ സെൻറ്റൻസ് ആണ്. മാഗി നമ്മളെ വല്ലാതെ പിടിച്ചിരുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലേക്ക് വല്ലാതെ തുളച്ച് കയറുന്ന ഒരു ക്യാരക്ടർ എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തട്ടിവിടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ഓർത്ത് വെക്കുക. കൂടെ നിങ്ങളെ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ എഴുതി കഴിഞ്ഞാൽ അടിപൊളിയായി. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. പോയിന്റ് ആക്കിയിട്ട് ഓർത്ത് വെച്ചാൽ മതി, പോയിന്റ് ആക്കിയിട്ട് എഴുതല്ല വേണ്ടത്. റെഡിയല്ലേ? അപ്പോൾ ബാക്കി നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് ബാക്കി ക്യാരക്ടേഴ്സിന് 3 ആൾക്കാരും കൂടി ഉണ്ട് അല്ലേ, അവരുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.